നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ രാഷ്ട്രീയ കക്ഷികൾ ലൈംഗികാതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നയം മുന്നോട്ട് വെക്കണമെന്ന് ചലച്ചിത്ര പ്രവർത്തക ആശ അച്ചി ജോസഫ്. 30 ആവശ്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ കക്ഷികൾക്ക് അവകാശ പത്രികയും നൽകി. കഴിഞ്ഞ 9 വർഷമായിട്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ സ്ഥാപക അംഗം എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെ കാണുകയും ഓരോ പ്രത്യേക സ്റ്റെപ്പിലും നമ്മളോടുകൂടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സഹകരിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ വിശ്വാസം, മാധ്യമങ്ങളിലുള്ള വിശ്വാസം വലുതാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു. ഏകദേശം 10-25 വർഷമായിട്ട് ടെലിവിഷനിലും സിനിമയിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾക്ക് സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള പങ്കിനെക്കുറിച്ച് വളരെ ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇവിടെ മാധ്യമങ്ങളും പബ്ലിക്കും ഒരുമിച്ച് ചെയ്തെടുക്കേണ്ട, ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വൾണറബിൾ ആയിട്ടുള്ള പാർശ്വസ്ഥിതരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് പുതുതായിട്ടുള്ള ഒരു ഭാഷ നിർമ്മിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചിന്ത. ഈ കാര്യങ്ങൾ പറയാനായിട്ട് ഞങ്ങളെപ്പോഴും ഒരു ഇരകളാണ്, അതിജീവിതകളാണ് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഐഡൻറ്റിറ്റിയോട് കൂടെ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഡിഗ്നിറ്റിക്ക് വേണ്ടി, നമ്മളുടെ അന്തസ്സിന് വേണ്ടി വാദിക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ പുതിയ ഭാഷ ആവശ്യമാണ് എന്ന് തന്നെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവിനോടൊപ്പം മറ്റ് ഇതര സംഘടനകളോടും വ്യക്തിത്വങ്ങളോടുമൊപ്പം സീറോ ടോളറൻസ് ടു സെക്ഷൽ വയലൻസ് എന്നുള്ള ഈ ക്യാമ്പയിനും ഉയർത്തിപ്പിടിക്കുന്നത്. ഈ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ്. അത് വളരെ വ്യത്യസ്തമായ നെറ്റ്വർക്ക്സിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടും ആ നെറ്റ്വർക്ക്സിനോടും ചേർന്നിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ മീഡിയയുമായി സംസാരിക്കുന്നതിനിടയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ ഉൾപ്പെടെ സിസ്റ്റർ റാണിറ്റിൻ്റെ കേസിലായാലും നടി ആക്രമിക്കപ്പെട്ട കേസിലായാലും എല്ലാ കേസുകളിലും നമ്മൾ കാണുന്നത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സുതാര്യത, അതുപോലെ ഉത്തരവാദിത്തം, പിന്താങ്ങൽ, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്. WCC ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗാണ് അവൾക്കൊപ്പം എന്നുള്ളത്. അവൾക്കൊപ്പം എന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാനൊരു ഭാഷ കിട്ടിയിട്ടുണ്ട്. എന്നോട് ഫോണിൽ വിളിക്കുന്നവരൊക്കെയും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളെ ചിലരെ ഞാൻ കറക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം ഒരു ബൈറ്റ് തരാമോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ഒരു അതിജീവിതയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം ബൈറ്റ് അല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ എന്നോടൊപ്പമാണോ ഇതുപോലെ പാർശ്വസ്ഥിതരായിട്ടുള്ള സ്ത്രീകളോടും ക്യൂർ വ്യക്തികളോടും കുട്ടികളോടും അങ്ങനെയുള്ള മനുഷ്യരോടൊപ്പമാണോ നിങ്ങൾ എന്നാദ്യം പറയൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ, പൊളിറ്റിക്കൽ ആൻഡ് പ്രൊഫഷണൽ സമീപനം എന്ന് തന്നെ പറയാനാണ് ഈ ക്യാമ്പയിൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം എന്ന് അല്ലെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത് നമ്മളോടൊപ്പം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് എനിക്ക് എന്നോടൊപ്പം നിന്നുകൊണ്ട് മാത്രമേ എൻ്റെ അന്തസ്സിന് വേണ്ടി പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മോടൊപ്പം നിൽക്കാനുള്ള സ്പേസ് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പൊളിറ്റിക്സ്, അതായത് ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് പറയുന്നത് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നാണ്. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്സ് പറയാനായിട്ട്, നമ്മുടെ നിലപാട് പറയാനായിട്ട് നമുക്ക് എത്രത്തോളം സ്പേസ് കിട്ടുന്നുണ്ട്, എത്രത്തോളം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ അന്തസ്സിന് വേണ്ടി പറയാനുള്ള സാഹചര്യം കിട്ടുന്നുണ്ട്. അത് നമുക്കറിയാം. ഈ പാർശ്വസ്ഥിതരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു സാധ്യതയെ കിട്ടുന്നില്ല. അങ്ങനെ യാതൊരു രീതിയിലും മനുഷ്യ അന്തസ്സിന് വേണ്ടി നമുക്ക് ആർക്കും വാദിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്യാമ്പയിനെ ആദ്യമായിട്ട് സമീപിക്കുന്നത്. ഏറ്റവും കോർ ആയിട്ട് നമ്മൾ മനുഷ്യ അന്തസ്സിനെ കുറിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ റൈറ്റ്സിനെയും കുറിച്ചുമാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. അവിടെ നിന്ന് മാത്രമേ നമുക്ക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പുരുഷാധിപത്യം, പാട്രിയാർക്കി എന്ന് നമ്മൾ പറയുന്ന
പവർ അത് എത്രയോ കാലഘട്ടങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വർഗം ആൾക്കാരും അതില്ലാത്ത മറ്റൊരു വർഗം ആൾക്കാരും. അപ്പോൾ പുരുഷാധിപത്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും മുതലാളിത്തവും തീർച്ചയായിട്ടും റിലീജിയനും ഏറ്റവും പ്രധാനമായി കാസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാതും ഒത്തുചേർന്ന് വരുന്ന ഇന്റർസെക്ഷണൽ എന്ന് നമ്മൾ പറയുന്ന അന്തർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ഇതിലേക്ക് എല്ലാ പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും ക്ഷണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളോട് ഒപ്പമായിരുന്നുകൊണ്ട് മറ്റുള്ളവരോടൊപ്പമായിരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ പലപ്പോഴും സ്ത്രീകൾ, അതുപോലെ പാർശ്വസ്ഥിതരായിട്ടുള്ള മനുഷ്യരെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ അതിജീവിതരാണ്. അതിജീവനം എന്ന് പറയുന്നത് വളരെ റെഗുലറായിട്ട് എല്ലാ ദിവസവും എല്ലാ മൊമെന്റിലും ചെയ്യേണ്ടി വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിജീവിതർ എന്നുള്ളത് കേസ് കൊടുക്കുന്ന ഒരാളുടെ ടാഗ് മാത്രമല്ല. നമ്മളെല്ലാവരും അതിജീവിതരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹാരസ്മെന്റ് നടക്കുന്നവർക്കും അല്ലെങ്കിൽ ഹാരസ്മെന്റ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് മാത്രമാണ് ഞാൻ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മനസ്സിലാക്കിയത്. എനിക്ക് ഹാരസ്മെന്റ് നടന്നപ്പോൾ എൻ്റെ ഉള്ളിലായിരുന്നു ആ പ്രശ്നം. അതിനുശേഷം ഞാൻ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിക്ക് എഴുതി കഴിഞ്ഞപ്പോൾ അത് ഗവൺമെന്റിനെ അറിയിക്കലായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, അവിടെ മുതലാണ് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലി ഒരു പ്രശ്നവും ഈ പറയുന്ന പവറുള്ള പുരുഷന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് സംഭവിക്കില്ല എന്ന് ഏതോ സംവിധാനം നിരന്തരമായിട്ട് പുരുഷന്മാരായിട്ടുള്ള പവറുള്ള വ്യക്തികളോട് പറയുകയും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ, സെക്ഷൽ വയലൻസ് നടത്തിക്കൊണ്ടു പോകാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ടത്. നമ്മൾ ഒരുമിച്ച് നിന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനങ്ങൾ നമ്മൾ, എനിക്ക് തോന്നുന്നില്ല 100 ദിവസം കൊണ്ടോ 1000 ദിവസം കൊണ്ടോ 10,000 ദിവസം കൊണ്ടോ തീരുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ ക്യാമ്പയിൻ ഇത് ഇവിടെ തുടങ്ങേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഓരോരുത്തരുടേതുമാണ്. നമ്മൾ ഓരോരുത്തരുടേതുമാണ് എന്ന് പറയാനാണ്, പബ്ലിക്കിനോടും മീഡിയയോടും പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ച പ്രവർത്തിച്ച് ഈ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ കൂടെയുള്ള 200ഓളം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും സംഘടനകളും ഞങ്ങളെ സഹായിക്കുന്ന WCC പോലെയുള്ള സംഘടനകൾ ഒക്കെ ചേർന്നിട്ട് ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോട് ഇങ്ങനെ സെക്ഷൽ വയലൻസിന് 0 ടോളറൻസ്, അതായത് ഒരു തരത്തിലുള്ള രീതിയിലും ഇത് നമ്മൾ അനുവദിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടോ? വോട്ടർമാരെ സമീപിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് വോട്ടർമാരും മീഡിയയും അതിജീവിതരായിട്ടുള്ള മനുഷ്യരും ഒരുമിച്ച് ചോദിക്കുക എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു 30 ഇന ഒരു പോയിന്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോയിന്റേഴ്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നലെ മുതൽ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ CPI, CPM, കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ആൾക്കാരെ കാണുകയുണ്ടായി. ഇനി നമ്മൾ മുന്നോട്ട് അതുപോലെ BJPയുടെ പിന്നെ അവരെയും കാണാൻ ശ്രമിച്ചു, പക്ഷെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ എല്ലാവരെയും യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഈ ജെൻഡർ അജണ്ട, ഈ ഇന്റർസെക്ഷണൽ ആയിട്ടുള്ള ജെൻഡർ അജണ്ട നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ ആദ്യത്തെ ഉദ്ദേശം. ആ ഉദ്ദേശം മുന്നോട്ട് പോകുന്നതനുസരിച്ച് യഥാർത്ഥത്തിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അഭിജിത്തുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. ഇനിയുള്ളത് അവരുടെ ലോകമാണ്.
അതുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നില്ല എന്നല്ല, പക്ഷേ 35 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഈ കാര്യം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നമ്മൾ എല്ലാ ചെറുപ്പക്കാരെയും ഇതിലേക്ക്, ഈ ക്യാമ്പയിനിലേക്ക് പ്രയോറിറ്റി ആയിട്ട് അവരെ ക്ഷണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്കറിയാം നമ്മുടെ മെൻ എഗൻസ്റ്റ് റേപ്പ് മുതലായ ഇന്റർനാഷണൽ സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഘടനകൾ, പുരുഷന്മാർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സംഘടനകൾ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവുകൾ ഉണ്ടാകുന്നില്ല? കേരളം ഇത്രയും വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നിൽക്കുന്ന, ആരോഗ്യത്തിൽ മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിൽ പോലും പുരുഷന്മാരും സ്ത്രീകളും മറ്റുള്ളവരും ചേർന്നിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സമ്മർദ്ദം എന്തുകൊണ്ട് പുരുഷന്മാർക്കുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നു. എല്ലാവരെയും ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വേണ്ടി ഹാർദമായിട്ട് ക്ഷണിക്കുന്നു. നമ്മളുടെ ഉത്തരവാദിത്തമാണ്, ഇന്നത്തെ കാലത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇതിന് പങ്കുചേരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സീറ്റോ എന്നാണ് ഈ ക്യാമ്പയിൻ്റെ പേരായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അതും അതിൻ്റെ ലോഗോയും ഒക്കെ ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറുപ്പക്കാരെന്ന് ഞാൻ ഊന്നി പറയുന്നത് ഇനിയും ഒരു കുറേ കൊല്ലങ്ങൾ കൂടുതൽ ജീവിക്കേണ്ട ആൾക്കാരെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഓരോ ജനറേഷനും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളിലാണ് അവർ ജീവിച്ചു വരുന്നത്. അപ്പോൾ അവരെ കൂടി ഇതിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്, ഇന്നത്തെ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ്, അവരുടെ തലപ്പത്തിരിക്കുന്നവരിൽ എത്ര പേരുണ്ട് 35 വയസ്സിൽ താഴെയുള്ളവർ, അതുപോലെ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനങ്ങൾ എത്ര പേരുണ്ട് 35 വയസ്സിൽ താഴെയുള്ളവർ, എത്ര പേരുണ്ട് സ്ത്രീകൾ, എത്ര പേരുണ്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് ഈ പ്രാധാന്യത്തോടുകൂടി ഈ വിഷയത്തെ സമീപിച്ചില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം നമുക്കുണ്ട്. നമ്മൾ 35 വയസ്സിൽ താഴെയുള്ളവർ എന്ന് പറഞ്ഞതിനേക്കാളും അപ്പുറമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, എത്ര സ്ത്രീകളാണ് ഭരണത്തിലേക്ക് വരുന്നത്, എത്ര സ്ത്രീകളാണ് പിന്നെ ഈ എന്താ പറയുക, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ഭരണത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ കാണാൻ രാഷ്ട്രീയ നേതാക്കളായിട്ട് വരുന്നത്, അവർക്ക് എത്രമാത്രം പവർ കിട്ടുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.